പ്രധാനമായിട്ടും ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ ഇഷ്ടപ്പെടുന്നത്, ഈ ബിസിനസ്സിനെ നേരിട്ട് ഏറ്റെടുക്കുന്നത് 5 രീതിയിലാണെന്നാണ് പറയപ്പെടുന്നത്. 5 രീതിയിലാണ്. അതിൽ ഒന്ന്, നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന റിസൾട്ട് കണ്ടിട്ട്, അതായത് നല്ല പ്രൊഡക്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ ഞാൻ ചാമ്പിത്താലം യൂസ് ചെയ്തു, എനിക്ക് ആ റിസൾട്ട് കിട്ടി, ഈ റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, നല്ല റിസൾട്ട് കിട്ടിയ, എന്നാൽ പിന്നെ ഞാൻ എന്താണ് ഇതിനെപ്പറ്റി കുറച്ചും കൂടി ആധികാരികമായിട്ട് അറിയാൻ ശ്രമിച്ചു, അങ്ങനെയാണ് ചേരൂർ സാർ എനിക്ക് ഈ ബിസിനസിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരുന്ന ഒരു സിസ്റ്റം കാണാം. അതായത് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കിട്ടിയിരിക്കുന്ന റിസൾട്ടിന്റെ ഭാഗമായിട്ട് ഈ ബിസിനസ് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധ, അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ഒരാളെ നിർബന്ധിച്ചുകൊണ്ട്, എടാ നീ ചെയ്തേ പറ്റൂ, വേറെ എക്സ്ക്യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു അടിച്ചേൽപ്പിക്കുന്ന മാതിരിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ എനിക്ക് അങ്ങനെയുള്ള വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ ഞാൻ പറയും, വേറെ എക്സ്ക്യൂസ് ഒന്നും വേണ്ട, കൂടുതലൊന്നും പറയണ്ട, ഇതാണ് കാര്യം, നോക്കുക എന്നുള്ളത്. അങ്ങനെ കടന്നു വരുന്ന ആ ഒരു ബന്ധമുള്ള ആളുകളോട് മാത്രം അങ്ങനെ കടന്നു വരുന്ന ആളുകളുണ്ട്. ദെൻ എന്തെങ്കിലും കടപ്പാടിലൂടെ കടന്നു വരുന്ന ആളുകൾ, ഇപ്പം 2 വ്യക്തികൾ തമ്മിലുള്ള കടപ്പാടിലൂടെ എന്തോ ആയിക്കോട്ടെ, എന്തോ കടപ്പാടിലൂടെയൊക്കെ കടന്നു വരുന്ന ആളുകൾ. അതായത് പറഞ്ഞത് ഇന്ന ആളാണല്ലോ, മനസ്സിലായോ? അതായത് പറഞ്ഞത് സദക്കത്തോടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നാ പിന്നെ നോക്കാം, ഐഡിയ അടിച്ചോ, അല്ലെങ്കിൽ എത്ര വേണ്ടത്, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ വരുന്ന ആളുകൾ. എന്തെങ്കിലും ഒരു വൈകാരികമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ, അതായത് ഒരു ഇമോഷണൽ വേല്, ആ രീതിയിൽ വരുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ ബിസിനസ്, എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടുള്ള ഒരു 5 വഴികളാണ് ഇതിലേക്ക് എത്താനുള്ളത്. ഇതല്ലാതെ വന്ന ആളുകളും ഉണ്ടാവും, ചിലപ്പോൾ ഇതിൽ കൂടെ തന്നെ വരൂ അല്ലെങ്കിൽ വന്നേക്കാവൂ എന്നുള്ള കേസൊന്നുമില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു 5 രീതി അല്ലെങ്കിൽ 5 വേ ഓഫ് എൻട്രി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇതിൽ വിജയിക്കാൻ സാധ്യത ഉള്ളത് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ കാറ്റഗറിയിലൂടെ വരുന്നതാണ്. അതായത് ഇതിനെപ്പറ്റി പഠിച്ചു മനസ്സിലാക്കി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വരുന്ന ആളുകളാണ് വിജയിക്കാനുള്ള സാധ്യത. അപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, അയ്യോ ഞാൻ അങ്ങനെയല്ലല്ലോ വന്നത്, ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടോടാണ് വന്നത്, ഇനിയിപ്പോൾ ഞാൻ എന്താക്കും? അങ്ങനെയൊന്നും ചിന്തിക്കുകയും വേണ്ട. ഒറ്റ കാര്യം, ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് പഠിച്ചവന് മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റുന്ന പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് വേയിലൂടെ വന്നാലും, അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ, ഇമോഷണൽ വേ ആയിക്കോട്ടെ, ഒബ്ലിഗേറ്ററി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തോ രീതിയിൽ നിങ്ങൾ ഇതിലേക്ക് കടന്നു വന്നാലും നിങ്ങൾ ഇതെന്താണ്, എങ്ങനെയാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആർക്കും വിജയിക്കാം. അത് പഠിക്കാത്ത ആളുകൾക്ക് വിജയസാധ്യത നമുക്കൊന്നും പറയാൻ പറ്റില്ല. മറ്റതിനൊരു സാധ്യത പറയാൻ പറ്റും, ഇന്നത് ഇങ്ങനെ ഇല്ലേ. നമ്മൾ റെഗുലർ ആയിട്ട് ഇപ്പോൾ ഒരു SSLC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി, ഇപ്പൊ 2 കുട്ടികളുണ്ടെന്ന് കൂട്ടിയോളൂ. ഒരു കുട്ടി ഡെയിലി ക്ലാസ് പോകുന്നു, അതായത് ആഴ്ചയിൽ 5 ദിവസവും ക്ലാസ് പോകുന്നു, നടക്കുന്ന ക്ലാസ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നു, കൊടുക്കുന്ന ഹോംവർക്കുകൾ ചെയ്യുന്നു, അങ്ങനെ കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിൽ മികവ് പുലർത്തുന്ന ഒരു കുട്ടിയും, റെഗുലർ ആയിട്ട് ക്ലാസ് പോവാത്ത, ഈ ക്ലാസ് ടെസ്റ്റുകളൊന്നും അറ്റൻഡ് ചെയ്യാത്ത ഒരു കുട്ടിയുണ്ടെന്ന് കരുതുക, 2 കുട്ടികൾ. ഇതിൽ വിജയസാധ്യത നമ്മൾ പറയാ ഏത് കുട്ടിക്കായിരിക്കും? റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന, ക്ലാസ് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടിക്കാണ് നമ്മൾ വിജയസാധ്യത പറയാം. മറ്റതിന് സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. മേ ബി പാസ്സാവാം, ഫെയിൽ ആവാം, അല്ലെങ്കിൽ കിട്ടാം കിട്ടാതിരിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. മറ്റതിനൊരു സാധ്യത അവിടെ ഉണ്ട്, ഇത് പോസിബിലിറ്റി ഉണ്ട് വിജയിക്കാനുള്ളത്. അപ്പൊ അതേപോലെ ഈ ഇൻഡസ്ട്രി എന്താണ് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ആളുകളും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ വന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ നേരം പുലരുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാ ആൾക്കാരും ഫ്രഷായി, ചില സ്ഥലത്ത് തണുപ്പായിരിക്കും, ചില സ്ഥലത്ത് ചൂടായിരിക്കും, ചില സ്ഥലത്ത് പുകച്ചിലായിരിക്കും, എന്തോ ആയിക്കോട്ടെ, ചില സ്ഥലത്ത് മഴയായിരിക്കും. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ മീഡിയയ്ക്ക് മുകളിൽ വന്നിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? അതിനൊറ്റ കാരണമേ ഉള്ളൂ, അല്ലേ? ഒറ്റ കാരണമേ ഉള്ളൂ, എങ്ങനെങ്കിലും ലൈഫ് കഴിച്ചിലാവണം.
അത് എന്നല്ലേ അൾട്ടിമേറ്റ് എയിം ഈസ് സക്സസ് അല്ലെ? ലൈഫ് സക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഈ പെടാപ്പാടുകളൊക്കെ പെടുന്നത്. അപ്പൊ അങ്ങനെ പെടാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ, ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി ഈ ഒരു ഇൻഡസ്ട്രി, ഈ ഒരു വ്യവസായം ഉടലെടുത്തത് എപ്പോ? നമ്മളൊക്കെ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 2015 അല്ലെ 2010 2000 ഒക്കെ ഉടലെടുത്തൊരു പ്രസ്ഥാനമാണോ അല്ലെങ്കിൽ ഒരു വ്യവസായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഇതിനൊരു ഹിസ്റ്ററി പറയുവാണെങ്കിൽ ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-60 അല്ലെങ്കിൽ 70 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1940 കാലഘട്ടങ്ങളിലാണ് അമേരിക്കയിൽ ഈ ഒരു ഇൻഡസ്ട്രി ഉടലെടുക്കുന്നത്. ഒരു ഇൻഡസ്ട്രി ഉടലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന പെർഫെക്ഷൻ ഒന്നും ഉടലെടുക്കുന്ന സമയത്തൊന്നും ഉണ്ടാവില്ല. അതായത് ഇങ്ങനെ തന്നെയായിരുന്നു അന്ന് എന്നൊന്നും ചിന്തിക്കേണ്ട, ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ. പിന്നീട് അതിൽ നിന്നും കാലാന്തരമായിട്ടുള്ള മാറ്റങ്ങൾക്കതീതമായിട്ടാണ് അങ്ങനെ മാറി 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 മാറിയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക്, കമ്പനിയുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞ, ഇൻഡസ്ട്രിയുടെ കാര്യമാണ് പറഞ്ഞത്, അവസ്ഥയിലേക്ക് കടന്നു വരുന്നത്. അപ്പോ അവിടെ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നിട്ട് പോലും 1977 വർഷത്തിലാണ് ഇതിന് ഗവൺമെന്റിന്റെ ഒരു നിയമം കൊണ്ടുവരുന്നത്. നമ്മൾ നോക്കണം, 40 കാലഘട്ടങ്ങളിൽ നിന്നും 77 കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 37 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അമേരിക്കയിൽ ഈ മേഖലയ്ക്ക് ഒരു നിയമമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കോടിക്കണക്കിന് ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇൻഡസ്ട്രി ഇന്ത്യയിലേക്ക് കടന്നു വരാനൊക്കെ കുറച്ച് വൈകിയിട്ടുണ്ട്. ഈ വ്യവസായം ഇന്ത്യയിലേക്ക് കടന്നു വരാനൊക്കെ കുറച്ച് വൈകിയിട്ടുണ്ട്. ഏകദേശം 1996 കാലഘട്ടത്തിലാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത്. അത് ടെക്നോളജിയുടെയും മറ്റുമൊക്കെ ഇന്ത്യയിലേക്കുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ കടന്ന് വരവ് വൈകിയതിന്റെ ഭാഗം കൂടി ആണ്. അതുകൊണ്ട് മാത്രം എന്നുള്ളതല്ല, അതൊരു പ്രധാന ഘടകം തന്നെയാണ്. കാരണം ട്രേഡ് വിത്ത് ടെക്നോളജി ആണല്ലോ ഈ ഒരു വ്യവസായം എന്ന് പറയുന്നത്. ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ഇന്നത്തെ ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ചെറുതും വലുതും നല്ലതും ചീത്തയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതിയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഭാഗ്യം കൊണ്ടോ അല്ലാതെയോ, ഇപ്പൊ ചില ആളുകൾക്ക് അത് ഭാഗ്യമായിരിക്കും ഒക്കെ ആവാം, നമ്മളെല്ലാ ആളുകളും ഇപ്പൊ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു കമ്പനിയിലാണ്. ഓക്കെ, ഇന്ന് വലിയ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അത് ഏത് രീതിയിൽ നോക്കുവാണെങ്കിലും, നമ്മുടെ ടേൺ ഓവർ ആയിക്കോട്ടെ, നമ്മുടെ അച്ചീവ്മെന്റുകളായിക്കോട്ടെ, മറ്റെന്തോ. അപ്പോ ഇതൊക്കെ സാധ്യമാകുന്നത്, ഇപ്പൊ സാധാരണഗതി പറയാറുണ്ട് താൻ പാതി ദൈവം പാതി. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളും കൂടിയാണല്ലോ. ഇപ്പോൾ ഭൂരിപക്ഷം ആളുകളും 5 നേരം നിസ്കരിക്കുന്ന ആളുകളാണ്. ചില ആളുകൾ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ചില ആളുകൾ പള്ളികളിൽ പോകാറുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത്, നമ്മളൊരു വിശ്വാസികളാകുന്ന സമയത്ത് താൻ പാതി ദൈവം പാതി എന്നാ പറയാ. അതായത് പാതി ഞാനും പാതി ദൈവവും. ദൈവത്തിന്റെ പാതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതാ ദൈവത്തിന്റെ പാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഒരു കമ്പനിയിൽ, നല്ലൊരു സിസ്റ്റത്തിൽ, നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തിച്ചു തന്നു, വഴി കാട്ടി തന്നു. അല്ലാതെ നമ്മളെ വിജയിപ്പിക്കുക, നമ്മൾ ചുമ്മാ ഇരിക്കുക, ഞാൻ പ്രാർത്ഥിക്കുന്നവനല്ല, 5 നേരം പ്രാർത്ഥിക്കുന്ന പഠിച്ചവനെ എന്നെ അങ്ങ് കഴിച്ചിലായിക്കൂടി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനുള്ളൊരു വഴി കാണിച്ചു തന്നു, ഓപ്പൺ ചെയ്തു തന്നു. അതിലൂടെ നടന്നു പോയി അവിടെ എത്തേണ്ടത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ തിരിച്ചറിവുള്ള ആളുകളാണ് ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്നത്, നേടുന്നത്. ആ തിരിച്ചറിവില്ലാത്ത ആളുകൾ ഐഡിയ അടിച്ച് ഇങ്ങനെ കാത്തിരിക്കുക, എന്നാണാവോ എന്നെ പഠിച്ചവൻ രക്ഷിക്കുക, ഇങ്ങനെ കുത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കണ്ട, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഒരു നാൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്, ഈ കമ്പനിയിലേക്ക് വന്നത്, അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവിടെ നമുക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് 100-ലധികം യൂണിവേഴ്സിറ്റികളിൽ പാഠ്യവിഷയമായിട്ടുള്ള ഒന്നുകൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരുപക്ഷെ ഇതിൽ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പല ആളുകളും ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചിട്ട് ക്ലാസ്സുകളിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഇന്ന് പഠിച്ചിറങ്ങുന്ന പല കുട്ടികളും എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പുറത്തിറങ്ങുന്ന കുട്ടികളാണ്. അത് MCOM-നായിക്കോട്ടെ,
ബികോമിനായിക്കോട്ടെ, BBA ആയിക്കോട്ടെ, MBA പിന്നെ ഇതിന്റെ ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ തന്നെ, ഡിപ്ലോമ, ഡിഗ്രി കോഴ്സുകളൊക്കെ തന്നെ ഇപ്പൊ പല യൂണിവേഴ്സിറ്റികളും നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതും വലിയ ഫീസോട് കൂടിയിട്ടാണ് ഇത്തരം കോഴ്സുകളൊക്കെ പഠിക്കുന്നത്. നമുക്കൊരു ഇത് പഠിക്കാനുള്ള ഒരു വേദിക്ക് 100 രൂപ ചിലവാക്കണം എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ നമുക്കറിയാം, അല്ലേ? മറ്റത് ഓരോ കോഴ്സിനും വലിയ ഫീസോട് കൂടിയിട്ട് 10,000-75,000 ഒക്കെ കോഴ്സോട് കൂടിയിട്ടാണ്. 75,000 രൂപയുടെ ഡിപ്ലോമ കോഴ്സ് ഏത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗില്. അപ്പൊ ഡിഗ്രി കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ചെലവ് വരുന്നതാണ്. അപ്പൊ ഒരു പക്ഷേ നമ്മളല്ലേ സത്യത്തിൽ ഭാഗ്യവാന്മാര്, നമുക്കിത് പഠിക്കാൻ വേണ്ടി മാത്രം വലിയൊരു തുക ചെലവാക്കുകയും പഠിക്കാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തി അത് പഠിച്ചതിന് ശേഷം പ്രവർത്തിച്ച് വരുമാനം നേടുന്നതിനെക്കാട്ടിലും നമ്മളുടെ ഗുണം, നമ്മളുടെ മിടുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കാൻ വേണ്ടി വലിയൊരു തുക ചെലവാക്കാതെ പഠിച്ചുകൊണ്ട് പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കൂടിയാണ്. പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല, മനസ്സിലാക്കാറില്ല. നമ്മളൊരു പ്രോഗ്രാം വരുന്നുണ്ടെന്ന് പറയും, ആ പ്രോഗ്രാമിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയാറുണ്ട്. ഒരു GTS അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച GTS അറ്റൻഡ് ചെയ്തല്ലോ, അല്ലെങ്കിൽ ഒരു FSS എന്ന് പറഞ്ഞു, ഞാൻ ഒരു 4 മാസം മുമ്പ് ഒരു FSS അറ്റൻഡ് ചെയ്തല്ലോ എന്ന് പറയുന്ന ആളുകളാണ് പലപ്പോഴും നമ്മള്. അപ്പൊ അത് ഒരു പരിധി വരെ മാറ്റണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ഇന്ത്യയിലാണെങ്കിലും 1996 കാലഘട്ടത്തിൽ ഇത് വന്നു എന്ന് പറഞ്ഞു. ആ വന്ന സമയം മുതലൊന്നേ ഇതിന് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ നിയമസാധുതകളോ ഒന്നും വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ഇങ്ങോട്ടേക്ക് 2015 ഇതിനൊരു ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതും ഇങ്ങനെ ഈ രീതിയിലേക്കൊക്കെ പോകാം എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ 2025 ഫെബ്രുവരി മാസം 19 കേരള ഗവൺമെന്റ് ഇതിന് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഒക്കെ ഉദ്ഘാടനം ചെയ്യുകയും കുറേയും കൂടിയും ആധികാരികമായിട്ട് ഗവൺമെന്റ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് പ്രവർത്തിച്ചോളൂ, ഇനി എന്താ സപ്പോർട്ടിനും നമ്മളുണ്ട് എന്നുള്ള ഒരു വാക്കൊക്കെ തരികയും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളുകളിൽ ഇത് 100%, ഏതെങ്കിലും ഒരു നിയമം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 100% നമുക്ക് എന്താക്കാം, ഇപ്പൊ തന്നെ നമുക്ക് 100% വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ഒരുപാട് ആളുകളുടെ നമുക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ പറയുവാണെങ്കിൽ ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കും. അത് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ലോക പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള ബിൽഗേറ്റ് പറയുന്നത്, ഞാൻ റൈറ്റ് ടൈമിൽ റൈറ്റ് ഇൻഡസ്ട്രിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇന്ന് കോടീശ്വരനായി. ഇന്നായിരുന്നു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്നായിരുന്നു ഞാനൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗ് ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാറൻ ബുഫറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർമാരിൽ ഒരാളായിട്ടുള്ള വ്യക്തിയാണ് വാറൻ ബുഫറ്റ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഓൾറെഡി 3ഓളം ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഓരോ മേഖലയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ട് അതിന്റെ വരും വരായികൾ, ഗുണം ദോഷം ഒക്കെ പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് ഒക്കെ വലിയ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ ആളുകൾക്കും സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് റോബർട്ട് ടി കിയോസാക്കി, ഇല്ലേ? റോബർട്ട് ടി കിയോസാക്കി ഒരു കാലത്ത് നമ്മൾ റെഗുലറായിട്ട് അദ്ദേഹത്തിന്റെ പേര് പറയാതെ ഒരു പ്ലാൻ പോലും എടുക്കാറില്ലായിരുന്നു. നമ്മുടെ വീട്ടിലെ ഒരു അംഗം പോലെ, നമ്മളെ സുഹൃത്തിനെ പോലെ നമ്മൾ കരുതുന്ന ഒരു വ്യക്തിയാണ് റോബർട്ട് ടി കിയോസാക്കി. അദ്ദേഹം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റ് ആണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഒക്കെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയാ, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകാരം അദ്ദേഹം പറയുന്നത്, ലോ കോസ്റ്റില്, ലോ റിസ്കില് നമുക്ക് ധൈര്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസായമാണ് ഡയറക്ട് സെല്ലിങ്. അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ല ജോലി ചെയ്യുന്ന വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായിട്ട് മാറാം എന്നുള്ളതല്ല, മറിച്ച് എങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ല എന്റർപ്രണർ ആയിട്ട് മാറാം എന്നുള്ളതാണ്. അത് ഈ ലോകത്തിനെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒന്നാണ് എന്ന് അദ്ദേഹം എന്റെ കോട്ടിൽ പറയുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഓക്കെ, ഇത് സ്ലൈഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ആ സ്ലൈഡ് തന്നെ കാണിച്ചു തരായിരുന്നു. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഏറ്റവും ഈസി ആയിട്ട് വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത് കൂടി പറയുന്ന കോട്ടുകൾ നമുക്ക് ഗൂഗിളിൽ കാണാനായിട്ട് സാധിക്കും. അതിനർത്ഥം ഇതാണ്, ഏറ്റവും സിമ്പിളായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റൂലേ എന്ന് വിചാരിച്ചിരിക്കേണ്ട. അവിടെയും ഒരു ആക്ഷൻ ഉണ്ട്, ഒരു പ്രവൃത്തി ഉണ്ട്. നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും, ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു ആക്ഷൻ ഇല്ലേ? ആ ആക്ഷൻ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെയും ചെയ്യണം.
വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ട് എളുപ്പത്തിൽ വരുമാനം കിട്ടുന്നില്ലല്ലോ എന്നൊന്നും പറഞ്ഞേക്കണ്ട. അങ്ങനെ എളുപ്പത്തിൽ വരുമാനം കിട്ടും എന്നല്ല പറഞ്ഞത്. പ്രവർത്തിച്ചാൽ പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള വരുമാനം തരുന്ന ഇൻഡസ്ട്രിയാണ് ഇത് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എല്ലാ ആളുകളും എന്താക്കുക, പ്രവർത്തിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇതിന്റെ സാധ്യത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ആദ്യത്തെ 10ലോ മറ്റോ ഒക്കെ വേൾഡ് മാർക്കറ്റ്, ഇന്നത്തെ ഒരു വേൾഡ് മാർക്കറ്റ് ഇതിന്റെ സാധ്യതകൾ എടുക്കുവാണെങ്കിൽ പോലും അതിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയെ കാണാൻ പോലും കഴിയില്ല. കാരണം ഇന്ത്യയെക്കാൾ കൂടുതൽ ഡയറക്ട് സെല്ലിങ്ങിൽ വ്യവസായം കൊണ്ടുവരുന്ന രാജ്യങ്ങൾ ഇന്ത്യക്ക് പുറത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് വിസ്തൃതി കൊണ്ടും ജനസംഖ്യ കൊണ്ടും വളരെ ചെറുതായിട്ടുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ബിസിനസ് പോലും ഡയറക്ട് സെല്ലിങ്ങിൽ ഇന്ത്യയിലേക്ക് ഇന്ന് കയറി വന്നിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ സാധ്യതയും നമുക്ക് തന്നെയാണ്. അത് ഇല്ലാത്ത ഒരിടത്ത് ആ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓരോ ആളുകളും ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഗുണം എന്താവും, നമ്മൾക്ക് കിട്ടുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏകദേശം പറയുന്ന ഇതാണ്, 2025 മുതലാണ് ഈ ഇൻഡസ്ട്രിയുടെ വളർച്ച ഇന്ത്യയിൽ ആരംഭിക്കുന്നതെന്നാ. 2025 എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പല ആളുകളും പറയാറുണ്ട്, ഓഫ് ഇനി ഇപ്പൊ ചെയ്തിട്ട് എന്താ കാര്യം, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നോക്കിൽ നീയൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് ആരാണോ പറയുന്നത് വെച്ചാൽ അവർ കേൾക്കുന്ന ഒരു കാര്യമാണോ, നീയൊക്കെ ഇതിലേക്ക് വന്ന സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് വർഷം മുമ്പൊക്കെ ആയിരുന്നേ കിട്ടുമായിരുന്നു, ഇപ്പൊ ഒന്ന് വെറുതെ ഇതിൽ വന്ന് അതിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞ് എന്ന് പറയാറുണ്ട്. അത് അറിവില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് അറിയാത്തത് കൊണ്ടാണ്, തെറ്റല്ല. മറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോഴാണ് ഇതിന്റെ കാലഘട്ടം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ വളർച്ച ആരംഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് 2025 മുതൽ അങ്ങോട്ടേക്കുള്ള കുറച്ച് വർഷങ്ങളായിരിക്കും. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അത് നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ഒരുപാട് നേട്ടങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക, ഒരുപാട് സൗഭാഗ്യങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിഞ്ഞിരിക്കേണ്ട 1, 2, 3, 4 ഘടകങ്ങളെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ, നമുക്കറിയാം നമ്മൾ ആരാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് പോലും നമ്മുടെ മനോഭാവമാണ് പറയുന്നത്. നമ്മൾ ആരാണ്, ചേരൂർ സാർ ആരാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്താ അറിയോ, നിങ്ങളുടെ അപ്പിയറൻസ് അല്ല, നിങ്ങളുടെ ഡ്രസ്സിങ് അല്ല, ഒന്നുമല്ല, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, നിങ്ങളുടെ മനോഭാവമാണ്. പല ആളുകൾക്കും പല രീതിയിലായിരിക്കും ഇല്ലേ. ആ മനോഭാവം ആയി വരാനൊക്കെ ഉള്ള ഘടകങ്ങളൊക്കെ അതിന്റെ പിറകിലേക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ മനോഭാവമാണ് എന്തും എല്ലാം എന്ന് പറയുന്നത്. നമ്മൾ എന്താവണമെന്നോ, നമ്മൾ എവിടെ എത്തണമെന്നോ, നമ്മൾ എന്താക്കി തീർക്കണമെന്നോ ഒക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മനോഭാവമാണ് എന്നുള്ളത് പറയാറുണ്ട് ഇല്ലേ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, പ്രധാനമായിട്ടും 2 തരത്തിലുള്ള മനോഭാവങ്ങൾ പറയാറുണ്ട്. പ്രധാനമായിട്ടുമാണേ അതേ ഉള്ളൂ എന്നുള്ള വിശ്വസിക്കേണ്ട. ഒന്ന് നല്ല മനോഭാവവും ഒന്ന് ചീത്ത മനോഭാവവും. ഓക്കെ, അതായത് അതിനെ നെഗറ്റീവ് മനോഭാവം എന്നും പോസിറ്റീവ് മനോഭാവം എന്നും പറയാം നമ്മള്. നെഗറ്റീവ് മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും വിമർശിക്കുക, ആളുകളോടൊക്കെ എന്താ പറയാ, ഞാൻ എന്നുള്ള ഒരു രീതി, അല്ലെങ്കിൽ എല്ലാത്തിനെയും എല്ലാം തെറ്റാണ്, ഞാൻ മാത്രമാണ് ശരി, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് വല്ലാത്തൊരു നെഗറ്റീവ് ക്യാരക്ടർ, നെഗറ്റീവ് മനോഭാവമുള്ള ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾ ജീവിതത്തിൽ വലിയ സക്സസ് ഒന്നും ഉണ്ടാക്കുന്നത് നമ്മൾ പൊതുവേ കാണാറില്ല. പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവമുള്ള ആളുകൾ മാത്രമാണ് സക്സസ് ആവുന്നത്, അല്ലെങ്കിൽ അവർ സക്സസ് ആവും എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി പോസിബിലിറ്റി കൂടുതൽ അവർക്കാണ്. കാരണം എല്ലാത്തിനെയും സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരോടും നല്ല ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരു നല്ലതായിട്ട് കാണുന്ന രീതികൾ. ഇപ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ വരുമ്പോൾ സമയത്ത്, ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒന്ന് കാല് വെച്ച് കുത്തി വീണ സമയത്ത് അതിനെ 2 രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. ഒന്ന് അതിനെ പഴിക്കുന്ന ആളുകൾ, അതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും മറ്റും ചെയ്യുന്ന ആളുകൾ, അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഇത്രയല്ലേ വന്നിട്ടുള്ളൂ, ഇതല്ലേ സംഭവിച്ചിട്ടുള്ളൂ, ഇതിനെക്കാട്ടും വലുതെറ്റാൻ വരാനുള്ളതാണെങ്കിലോ, ഇതിങ്ങനെയൊക്കെ ആയിട്ട് പോയി അങ്ങനെ സമാധാനപ്പെടുന്ന, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോ പല സ്ഥലത്തും കാർമേഘമൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നതുകൊണ്ട് വല്ലാത്തൊരു വിങ്ങലായിരിക്കും പല സ്ഥലത്തും. ഇപ്പൊ ചില ഏരിയയിൽ തണുപ്പൊക്കെ ഉണ്ടാവാം, വല്ലാത്തൊരു വിങ്ങലായിരിക്കും. ഈ സമയത്ത് നമ്മൾ പല ആളുകളും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കാറുണ്ട്, മഴയൊന്ന് പെയ്തുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വിങ്ങൽ, ആ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയാന്, ആ ഒരു സാധനം അങ്ങോട്ട് ഒഴിവായി കിട്ടിയായിരുന്നു, ഒരു തണുപ്പൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ
എന്ന് ചിന്തിക്കാറുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ അതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഓഹ്, ഒടുക്കത്തെ മഴ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും സാധിക്കുന്നില്ല, മഴയോട് മഴ എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ആവൂ, മഴ പെയ്തപ്പോഴാണ് ഇപ്പൊ ഒരു കുളിരൊക്കെ വന്നത്, അതായത് മര്യാദയ്ക്കൊന്ന് ഇരിക്കാൻ പറ്റി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇത് രണ്ട് രണ്ട് മനോഭാവമാണ്. അത് തെറ്റാണെന്നോ മറ്റോ എന്നല്ല ഞാൻ പറഞ്ഞത്, ഓരോ ആളുകളുടെ മനോഭാവമാണ്. ഏഹ് അത് ആ രീതി അതിനെ പറ്റിയൊക്കെ ചിലപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറേ സമയങ്ങൾ പറയേണ്ടി വരും. അപ്പൊ നല്ലത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് മനോഭാവം, നല്ല മനോഭാവം ഉണ്ടാക്കിയെടുക്കുക, അത് ശീലിക്കുക. അതിന് കുറേ ഘടകങ്ങൾ ഉണ്ടാവാം. തുടക്കം മുതലേ അത് സ്റ്റാർട്ട് ചെയ്തു വരുന്നത് ഫാമിലിയിൽ നിന്നായിരിക്കും. ഫാമിലിയിൽ നിന്ന് വന്ന് 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 സ്കൂളിൽ നിന്ന് എത്തി, സ്കൂളിൽ നിന്ന് വന്ന് കോളേജിലെത്തി, കോളേജിൽ നിന്ന് നമ്മൾ ജോലി ചെയ്യുന്ന എന്താ പറയാ സഹപ്രവർത്തകരിലെത്തി, നമ്മുടെ കൂട്ടുകെട്ടിലെത്തി, അങ്ങനെ 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 രൂപപ്പെട്ട് വരുന്ന സാധനമാണ് ഇത്. ഇത് ഒറ്റയടിക്ക് ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്ലോലി നമ്മൾ തയ്യാറാണെങ്കിൽ അതിലേക്ക് മാറ്റി 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 കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ നല്ലത് പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിന് കുറെ സാധാരണഗതിയിൽ പറയുന്ന ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ആ ടെക്നിക്കുകൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% വരുമെന്നുള്ളതല്ല, എന്നാലും വലിയ സാധ്യതകൾ അതിലുണ്ട് മാറി വരാനുള്ള. കുറെ നല്ല ബുക്കുകൾ വായിക്കുക, അതേപോലെ തന്നെ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തില്, അവരുടെ ഒരു അസോസിയേഷനിൽ, അവരുടെ ഒരു ഗാങ്ങിലേക്ക് നമ്മളും എൻട്രി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതി പറയാറുണ്ടല്ലോ, ഈ ചന്ദനം ചാരിയാല് ചന്ദനം മണക്കും, ആല ചാരിയ ചാണം മണക്കും എന്നൊക്കെ പറയാറില്ലേ. അതെന്താ കാരണം? അവിടെ പോയിട്ട് മണക്കുന്നത് കൊണ്ടല്ല, മറിച്ച് എന്തിനോടാണോ നമ്മൾ അടുക്കുന്നത് അതിന്റെ ഒരു നാച്ചർ, അതിന്റെ ഒരു സ്വഭാവം ഒരുപക്ഷെ നമ്മളിലേക്കും റിഫ്ലക്ട് ചെയ്തേക്കാം എന്നുള്ളതാണ്. അപ്പോൾ നല്ല കൂട്ടുകെട്ടിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മളുടെ സ്വഭാവവും ആ കൂട്ടുകെട്ട് ഏത് രീതിയിലാണോ പോകുന്നത് അങ്ങനെ ആയി വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ മോശം കൂട്ടുകെട്ടിലാണ് എങ്കിൽ നമ്മൾ ആ കൂട്ടുകെട്ടിന്റെ ഒരു നാച്ചുറലിലേക്ക് നമ്മൾ മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ്ങിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലേക്കോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൂട്ടാനും അടുക്കാനും ശ്രമിക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മോട്ടിവേഷൻ തരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേൾക്കാനും കാണാനും ഒക്കെ തയ്യാറാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക, അതൊരു നല്ല ലക്ഷണമല്ല, നല്ലൊരു കാര്യമല്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടും നാളെ ചെയ്യാൻ ഉള്ളത് മാത്രം നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇല്ലേ, നമ്മൾ അടുക്കള കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കറിയാം, പ്രത്യേകിച്ചും അമ്മമാർക്ക്, ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, സഹോദരിമാർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകി വെക്കുന്നത് പലപ്പോഴും ചില ആളുകളിൽ കാണാറുണ്ട്. വാഷ് ബേസിനിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് പിറ്റേന്ന് രാവിലത്തേക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത്. തലേന്ന് അന്ന് കഴുകൂല, രാത്രി കഴുകൂല. എന്നാൽ ഭൂരിപക്ഷം ആളുകളും അന്ന് കഴുകി വൃത്തിയാക്കി കമത്തി വെച്ചിട്ടൊക്കെ പോയി കിടക്കും. അത് രണ്ട് മനോഭാവമാണ്. നാളത്തേക്ക് വേണ്ടി എന്തിനാ ഈ ഉണ്ടാക്കിയ പാത്രങ്ങളും നമ്മൾ കഴിച്ചേണ്ട വേസ്റ്റും ഒക്കെ കൊണ്ടുവച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താണ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. അതിനെ പോസിറ്റീവ് മനോഭാവം എന്നും മറ്റത് മാറ്റി വെക്കുന്നതിനെ ഒരു നെഗറ്റീവ് മനോഭാവം എന്നുമാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത്. അപ്പൊ അത് അന്നന്ന് ചെയ്യാനുള്ളത് അന്നന്ന് ചെയ്ത് അങ്ങോട്ട് തീർക്കുക. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, അത് ഈ ബിസിനസ്സിലും നിങ്ങളത് കണക്ട് ടു ദിസ് ബിസിനസ്, ഈ ബിസിനസ്സിലേക്ക് അത് കണക്ട് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വേദികൾ പരമാവധി ചിരിക്കുക, ചിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക, സ്വയം ചിരിച്ചുകൊണ്ടേയിരിക്കുക. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പറയാറുണ്ട്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും എന്ത് സംസാരിക്കുകയാണെങ്കിലും, സംസാരിക്കുന്നില്ലെങ്കിലും, വെറുതെ ഇരിക്കുകയാണെങ്കിലും, കരയാണെങ്കിൽ പോലും ഞാൻ ചിരിച്ചുകൊണ്ടാ കരയാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അതുകൊണ്ടുള്ള ഗുണം വേറെയുണ്ട്. നിങ്ങൾ ചിരിച്ച മുഖത്തേക്ക് നോക്കുമ്പോഴും ചിരിക്കാത്ത മുഖത്തേക്ക് നോക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം ചെറുതല്ല, വലുതാണ്. എത്ര സാധുവായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ചിരിക്കാതിരിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് ഒരു ഭയം ഉണ്ടാവും. ഇവൻ ഏത് ക്യാരക്ടർ ആയിരിക്കും, ഇവനോട് അടുക്കണോ, ഇവനോട് സംസാരിക്കണോ എന്നുള്ളത്. എത്ര കടുത്ത വ്യക്തിയാണ്, ഹാർഡായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, ഇദ്ദേഹത്തിന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്നുള്ള ഒരു രീതി. അപ്പോ ചിരിക്കാനുള്ള കാരണങ്ങളെ നമ്മൾ കണ്ടെത്തുക, ചിരിക്കുക എന്നുള്ളത്. ഇത് അട്ടഹസിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ ചിരിക്കുന്നതിലും തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ചിരിക്കാൻ എങ്ങനെയാണോ സാധിക്കുന്നത് അത് ചിരിക്കുക.
അത് അട്ടഹസിച്ചിട്ടാണ് അങ്ങനെ, പുഞ്ചിരിച്ചിട്ടാണ് അങ്ങനെ, മുഖം പൊത്തിയിട്ടാണ് അങ്ങനെ, ആരും കാണാണ്ടാണ് അങ്ങനെ, കണ്ടിട്ടാണ് അങ്ങനെ, എന്തോ ആയിക്കോട്ടെ, അതൊന്നൊരു കുഴപ്പമല്ല. അതൊക്കെ ഒരു പോസിറ്റീവ് മനോഭാവത്തിന്റെ ലക്ഷണമായിട്ടാണ് പൊതുവെ പറയപ്പെടാറുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. എക്സസൈസുകളൊക്കെ ചെയ്യാം, മറ്റുമൊക്കെ ചെയ്യുന്നത് നമ്മളെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളത് പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനോഭാവത്തിലും അത് സാവധാനം മാറ്റങ്ങൾ വരുത്തും എന്നുള്ളത്. അതേമാതിരി പഠിക്കാൻ പറ്റുന്ന എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഇത് മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക, അറിവ് സമ്പാദിക്കുക. അതായത് ഞാൻ വളർന്നു, അല്ലെങ്കിൽ ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കേണ്ട, അതിന്റെ ഒക്കെ ആവശ്യമുണ്ട്. നമ്മള് ജനനം മുതൽ മരണം വരെ വിദ്യാർത്ഥിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട് എങ്കിൽ ഈ ലോകത്ത് എന്തിനെ കുറിച്ച് വേണമെങ്കിലും നമുക്ക് പഠിക്കാം. എല്ലാം പഠിച്ച് അരച്ച് കലക്കി പെർഫെക്റ്റ് ആക്കിയിരിക്കണം എന്നല്ല പറഞ്ഞത്, എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മൾ മുന്നിൽ അഭിമുഖീകരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ട ആളുകൾ പല മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചില ഉദാഹരണങ്ങളും മറ്റുമൊക്കെ അവരുടെ മേഖലയിൽ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയെ കുറിച്ചിട്ടും എന്തെങ്കിലും ഒരു അറിവൊക്കെ ഉണ്ടായിരിക്കണം. നമുക്കൊന്നും അറിയാതെ ഒരു കാര്യം ഒരാളെടുത്ത് പോയി പറയാം, നമുക്ക് പഠിക്കേണ്ടത് മാത്രം പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ പോയി പറയുന്നതും, പൊതു നോളജ് ഉണ്ടാക്കിയിട്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് ഒക്കെ ഉള്ള ഒരു വ്യക്തി പോയി പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മേഖലയിൽ വിജയിക്കാൻ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം അതല്ലേ എല്ലാം. എന്ത് വിശ്വാസം, എന്തൊക്കെ വിശ്വാസം? നമ്മളൊക്കെ വിശ്വാസികളാണ് ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ആ വിശ്വാസത്തെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളിലുള്ള വിശ്വാസം. അതിൽ നമ്മുടെ കമ്പനിയോടുള്ള വിശ്വാസം, ഈ ഇൻഡസ്ട്രിയോടുള്ള വിശ്വാസം, പ്രൊഡക്റ്റിനോടുള്ള വിശ്വാസം, സിസ്റ്റത്തോടുള്ള വിശ്വാസം, അപ്ലൈൻ ലീഡേഴ്സിനോടുള്ള വിശ്വാസം, ഡൗൺലൈൻ ലീഡേഴ്സിനോടുള്ള വിശ്വാസം, നമ്മുടെ ഇൻകം പ്ലാനിനോടുള്ള വിശ്വാസം തുടങ്ങി ഇതിലൊക്കെ വിശ്വാസം ഉണ്ട്. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നമ്മളിലുള്ള വിശ്വാസം. ഇതൊക്കെ പെർഫെക്റ്റാ. കമ്പനി ആ സൂപ്പർ കമ്പനി, പ്രൊഡക്റ്റ് പറയേണ്ട എക്സലന്റ് പ്രൊഡക്റ്റ്, പ്ലാൻ ആണെങ്കിൽ ഗംഭീര ഇൻകം തരുന്ന പ്ലാനാണ്, ലീഡേഴ്സ് അസാധ്യമായിട്ടുള്ള ലീഡേഴ്സ്. പക്ഷെ എനിക്ക് ഈ സിസ്റ്റത്തിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമല്ല എങ്കിലോ ഒരു കാര്യമില്ല, ഇല്ലേ? അപ്പോ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളിലും നമുക്ക് വിശ്വാസം ഉണ്ടാവണം എന്നുള്ളത് സത്യം തന്നെയാണ്. വിശ്വാസമില്ലായ്മ എന്നുള്ളതാണെങ്കിൽ നമുക്ക് ആ മേഖലയിൽ വിജയിക്കാൻ പറ്റിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് വിശ്വാസം നമുക്ക് വേണ്ടത് നമ്മളോട് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ. MI ലൈഫ് സ്റ്റൈൽ എന്തിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ 22 വർഷത്തിനു മുകളിൽ ഇന്ത്യയിൽ പ്രവൃത്തി പരിചയമുള്ള, പ്രവൃത്തി സമ്പത്തുള്ള ഒരു മാനേജ്മെന്റ്, ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. ആഴ്ചയിൽ പരമാവധി 2,10,000 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. 2,10,000 എന്ന് പറയുന്നത് ചെറിയ ഒരു ഫിഗർ അല്ല, ഇല്ലേ? നമ്മൾ പറഞ്ഞ് അതിനൊരു വിലയില്ലാണ്ടായി പോയി, അത് വേറെ കാര്യം. ഇപ്പൊ നമ്മൾ കോടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ 1,000-2,000 റുപ്യന്റെ വലിപ്പം മാതിരിയാ കോടികൾ എന്നൊക്കെ പറയുന്നത്. കാരണം എന്താ? പറഞ്ഞ് അങ്ങ് ശീലായി പോയതാ, അല്ലേ? സത്യം അതല്ലേ? അപ്പൊ 2,10,000 റെഗുലർ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, അതായത് പിന്നെ 1000-ലധികം അല്ലെങ്കിൽ 10,000-ലധികം ലക്ഷത്തിലധികം അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി. അച്ചീവേഴ്സ് റാങ്ക് വൈസ് ആയിക്കോട്ടെ, അത് മറ്റ് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്ത രീതിയിലായിക്കോട്ടെ, ഇനി കാറുകളോ മറ്റോ ഒക്കെ മേടിച്ചിട്ടുള്ള രീതിയിലായിക്കോട്ടെ, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക്, ഇന്നലകളിലുള്ള നമ്മളിൽ നിന്നും നാളുകളിൽ അല്ലെങ്കിൽ ഇന്നിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ നാളുകളിലേക്ക് എത്തുന്ന നമ്മളിലേക്കുള്ള ഒരു മാറ്റം സൃഷ്ടിച്ച ഒരു കമ്പനി. അത് ചെറുതൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയായിട്ട്, ഒരു ലീഡറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സാറേ ഇതിലിങ്ങനെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ? ഇത് ഏത് ബിസിനസ്സിലും ഉണ്ടാവില്ലേ? ഉയർച്ച മാത്രം കാണുന്ന എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം? നിങ്ങൾ പല ആളുകളും ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും, ഇത് ട്രഡീഷണൽ ബിസിനസ് ഒക്കെ. ഉയർച്ച മാത്രമുള്ള ഏതെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ച് പറയണേ, കാരണം എനിക്കും ആ ബിസിനസ്സിന് ഒന്ന് ചെയ്തു നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഏത് ബിസിനസ് ആണെങ്കിലും അവിടെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചിലപ്പോ നമുക്കൊക്കെ അഭിമാനപൂർവ്വം നമ്മളൊക്കെ കണ്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ബൈജു രവീന്ദ്രനാഥ് എന്ന് പറയുന്നത്, കണ്ണൂർക്കാരൻ.
അദ്ദേഹം ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ബൈജൂസ് ആപ്പ് കേട്ടിട്ടില്ലേ? ബൈജൂസ് ആപ്പ്, ലേണിംഗ് ആപ്പ്. അതൊരു ചുരുങ്ങിയ സമയം കൊണ്ട് വമ്പൻ ഗ്രോത്തിലേക്ക് പോയി. ഇന്ന് അതിന്റെ അവസ്ഥ എന്താണ്? ഈ സാധനം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സാധാരണഗതി പറയാണ്ട് MIന്റെ എംബ്ലം അങ്ങനെയാണ് ഇതാക്കിയെന്നുള്ളത്. അങ്ങനെ ആക്കിയോന്നല്ല, അത് വെച്ച് നമ്മളങ്ങ് പറയുന്നതാണ്. അപ്പോ പല ആളുകളും പ്ലാൻ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതാ അങ്ങനെയാണ് നമ്മളെ എംബ്ലം വന്നതെന്നോ അങ്ങനെയൊന്നും പറഞ്ഞേക്കണ്ട. അപ്പൊ പറഞ്ഞു വരുന്നത് ഏകദേശം അതുപോലെയാണ് ബിസിനസ്. കയറും ഇറങ്ങും, കയറും ഇറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോ പറഞ്ഞു വരുന്നത്, ഞാൻ ആ വ്യക്തിയുമായിട്ട്, ആ ലീഡറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി പറഞ്ഞ കാര്യം അതാണ്. സാറേ, നമുക്ക് ഈ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന സമയത്തും ഇത് താഴെ പോകുന്ന ഒരു അവസ്ഥ ചിന്തിക്കുക. പല ആളുകൾക്കും പല സമയത്തായിരിക്കും ചിലപ്പോൾ താഴെ നിൽക്കുന്നുണ്ടാവുക, മുകളിൽ നിൽക്കുന്നുണ്ടാവുക, കയറുന്നുണ്ടാവുക, ഇറങ്ങുന്നുണ്ടാവുക. അത് ഏതോ ആയിക്കോട്ടെ, അതിൽ താഴെ നിൽക്കുന്ന ഒരു സമയം ചിന്തിക്കുക. ഈ താഴെ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ വരുമാനമായിരിക്കും കിട്ടുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും അതാണല്ലോ നമ്മൾ ഉയർച്ച താഴ്ച എന്നൊക്കെ പറയുന്നതിൽ കണക്കാക്കുന്ന ഒരു മാനദണ്ഡം. കുറഞ്ഞ ഇൻകം കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആ വ്യക്തി പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, സാറേ, ആ കുറഞ്ഞ ഇൻകം ഉണ്ടാവുമല്ലോ, ഓരോ ആളുകൾക്ക് എത്ര ആയിക്കോട്ടെ, കുറഞ്ഞ ഇൻകം ഉണ്ടാവുമല്ലോ. ഒരു ചെറിയൊരു റാങ്കിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമേ. ആ കുറഞ്ഞ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് ഏതൊരു ജോലിക്ക് പോയി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനത്തിലായിരിക്കും. ഓക്കെ, നമ്മൾ എന്താ ഈ ഈ സാധനത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാത്തത് എന്താണെന്നറിയോ? അപ്പ് ആൻഡ് ഡൗൺസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാത്തത്, ഇത് മുകളിലേക്ക് കയറുന്ന സമയത്ത് ലക്ഷങ്ങളായിരിക്കും ചിലപ്പോൾ മാസ വരുമാനം. അത് താഴ്ന്ന സമയത്ത് ചിലപ്പോൾ അതൊരു 1,00,000-ലേക്ക്, 75,000-ലേക്ക്, 50,000-ലേക്ക്, 40,000-ലേക്ക് ചിലപ്പോൾ താഴ്ന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഫുള്ള് ടെൻഷൻ അടിച്ച് വെറീഡ് ആയിട്ട് അങ്ങോട്ട് മെരു കൂട്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വല്ലാത്തൊരു ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ ആവേണ്ടതില്ല. ഇനിയിപ്പോ 50,000 കിട്ടിയുള്ളൂ വിചാരിക്കുക, ഈ 40,000 ആണ് കിട്ടിയുള്ളൂ വിചാരിക്കുക. ഇത് അതുവരെ ചിലപ്പോൾ 1.5 ലക്ഷം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 2ന്റെ മുകളിൽ കിട്ടിയിട്ടുണ്ടാവും. ഈ 40,000-ൽ വന്ന് നിൽക്കുന്ന സമയത്തും നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്ക്, പുറത്ത് പണിക്ക് പോയാൽ കിട്ടുമോ ഇപ്പൊ 40? ഇല്ല. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പിന്നെ ടെൻഷൻ വേണ്ട. അപ്പൊ അത്രയധികം അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി, ആദ്യത്തെ 2 വർഷം കൊണ്ട് 4,000-ലധികം ഫോറിൻ ട്രിപ്പ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ. ഒരുപാട് രീതിയിലേക്ക് നമുക്ക് എന്താക്കാനായിട്ട് സാധിക്കും ഈ മേഖലയിൽ. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഞാൻ മൈ ലൈഫ് ചെയ്യണം എന്നുള്ള കാരണം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താ? മറ്റ് പ്രൊഡക്റ്റുകൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ഒരുപാട് ക്വാളിറ്റികൾ നമ്മുടെ പ്രൊഡക്റ്റുകൾക്കില്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരമല്ലേ ആയുഷിന്റെ ഇന്റർനാഷണൽ ക്വാളിറ്റി അംഗീകാരം എന്നൊക്കെ പറയുന്നത്? ഇതൊക്കെ കിട്ടിയിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം പാതി നാം പാതി ദൈവം പാതി എന്നുള്ളത്. അപ്പൊ ഇതിലൊക്കെ ഈ രീതിയിലേക്കൊക്കെ ദൈവം നമ്മളെ കൊണ്ട് ചെത്തിച്ചു. ദെൻ ബാക്കി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. അത് വെറുതെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ 3 തവണ ഇന്ത്യയിലെ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രാൻഡിനാണ്. അപ്പൊ നമ്മൾ ചില്ലറക്കാരല്ല കേട്ടാ. നമ്മളൊന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാണ്ടല്ല, നമ്മളെ തടയാൻ പോലും മറ്റൊരാൾക്കും മറ്റൊരു കമ്പനിക്കും സാധിക്കൂല. വേറെ കമ്പനി വരേണ്ടി വരും. വന്നാലും നമ്മൾ എടുത്തെത്തുവോ? അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഗിയറിലേക്ക് ഇട്ട് ഇത് മൂവ് ചെയ്തിട്ടുണ്ടാവും. തൊടാൻ പോലും പറ്റൂല. ആ രീതിയിലേക്കാണ് നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. സിമ്പിളായിട്ട് ഒരുപാട് അച്ചീവ്മെന്റുകൾ നമുക്ക് നേടിയെടുക്കാനും മറ്റും സാധിക്കുന്ന, ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കൂടുതൽ അച്ചീവ്മെന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മേഖല, ഒരു കമ്പനി ആയിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യേണ്ട മേഖല എന്താണോ, അല്ലെങ്കിൽ ചെയ്യേണ്ട പണി എന്താണോ, പ്രവൃത്തി എന്താണോ, അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കാം, വിജയം എന്നുള്ളത് നമ്മളെ കൈകളിലേക്ക് എത്തുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യുന്ന സമയത്തല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ റെഗുലറായിട്ട് കൃത്യമായിട്ട് ചെയ്തു പോകുന്ന സമയത്താണ് വിജയം നമ്മളെ തേടി വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ചില ആളുകൾ ആദ്യം ഒരു 2 മാസം ഈ ബിസിനസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തേക്ക് ഇയാളെ കാണില്ല, റെസ്റ്റിലായിരിക്കും, വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എല്ലോടി ചുറ്റി കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഒരു 2-3 മാസം ഇത് ചെയ്യാൻ വരും. അത് കഴിഞ്ഞിട്ട് അടുത്ത മേഖലയിലേക്ക് പോകും. ഈ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യത്തെ അല്ല വിജയം എന്ന് പറയുന്നത്. മറിച്ച് നിങ്ങൾ ഒരു മേഖലയിൽ അങ്ങോട്ട് മെഴുകുക എന്ന് പറയില്ല നമ്മൾ സാധാരണ, അവിടെ അങ്ങോട്ട് മെഴുകുക. ആ രീതിയിലേക്ക് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളെ തേടി വരുന്ന സൗഭാഗ്യത്തിന്റെ പേരാണ് സക്സസ്. ഹാർഡ് വർക്ക് ചെയ്യാതെ
നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ. വേർപ്പൊഴുക്കുക എന്ന് പറയും. അതായത് നമ്മൾ പറയാറില്ലേ, എന്റെ വേർപ്പിന്റെ അധ്വാനാണിത് എന്നൊക്കെ, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആണ് ഇത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ. അത് വേർപ്പൊഴുക്കുക, അധ്വാനിക്കുക, മറ്റുള്ള എല്ലാ ആളുകളോടും നന്ദി കാണിക്കുക. നന്ദിയുള്ളവന് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നന്ദികേട് കാണിക്കാതിരിക്കുക. ചിലർ പറയും, ഞാൻ ഇതിൽ വന്ന് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയത്, ഞാനാണ് ഇത്രയുള്ള ഒരു ടീമിന് ഉണ്ടായിക്കൊണ്ടുവന്നത്, അതിൽ വേറൊരുത്തനും എന്തില്ല, കൈ കടത്തേണ്ട ആവശ്യമില്ല, വേറൊരാൾക്കും അതിന്റെ ക്രെഡിറ്റ് ഇല്ല, എനിക്ക് മാത്രം, എനിക്ക് മാത്രം, എനിക്ക് മാത്രം. എന്ത് മണ്ടത്തരാണ് ഈ പറയുന്നത്? എന്ത് മണ്ടത്തരാ? നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് എന്തുണ്ടാക്കാൻ പറ്റുന്ന ഈ പറയുന്നത്? നമ്മുടെ തെറ്റായിട്ടുള്ള ചിന്തയാണ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിക്കൊണ്ടുവന്നാണ്, അല്ലെങ്കിൽ വേറെ ആളുടെയും കൈയില്ല കാലില്ല എന്നൊക്കെ. തെറ്റാണ്. എല്ലാ ആളുകളും അതിന് സ്വാധീനിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഫീൽഡ് വർക്ക് ചെയ്തൊക്കെ നമ്മൾ തന്നെയായിരിക്കും. ഫീൽഡ് വർക്ക് മാത്രമൊന്നും പോരല്ലോ സാറേ. അതിൽ കുറെ ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഒരു സിസ്റ്റം ബിൽഡപ്പ് ചെയ്യാനൊക്കെ ഫീൽഡ് വർക്ക് മാത്രം കൊണ്ടൊന്നും സാധിക്കൂല. അതിന് നമ്മളെ ടീമിലേക്ക് ഏതെങ്കിലും ലീഡർമാർ ഒരു കോളെങ്കിലും, നല്ല ഒരു പോസിറ്റീവായിട്ട് ഒരു കോളെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ ടീമിനെ നിലനിർത്താൻ സഹായകമായിട്ടുണ്ടാവും. ഏതൊക്കെയോ ട്രെയിനിങ്ങുകളിലൂടെ നമ്മളെ ടീമിനെ കയറ്റിയിട്ടായിരിക്കൂലേ നിലനിർത്തിയിട്ടുണ്ടാവുക. ആ ട്രെയിനിങ് എടുത്ത് നമ്മളാണോ? അല്ല, അതൊക്കെ വേറെ ആളുകളോ എടുത്തല്ലേ. അത് നമ്മളെ ടീമിനെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ട് ഒന്നും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഏത്, ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ആകാശം അങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ശുദ്ധ മണ്ടത്തരാ കേട്ടോ, ശുദ്ധ മണ്ടത്തരാ. അതൊന്നും വിശ്വസിച്ച് നിന്നേക്കരുത്. നിങ്ങൾ ആരും അങ്ങനെ പറയാനും മെനക്കെടരുത്. കാരണം എല്ലാ ആളുകളുടെയും കൈകളില്ലാതെ നമുക്കൊന്നും സാധിക്കില്ല, ഇല്ലേ? നമ്മൾ എത്ര കരുത്തനാണെങ്കിലും പടച്ചോൻ വിചാരിച്ചാലും പോരെ. അപ്പൊ അതുകൊണ്ട് അത്ര അഹങ്കാരങ്ങളോ അഹംഭാവങ്ങളോ ഒന്നും ഉണ്ടാവരുത്. എല്ലാ ആളുകളെയും സ്നേഹത്തോടു കൂടിയിട്ട് കാണാനും പരിചരിക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു ദൈവിക സ്പർശം നമ്മളുടെ മേലും നമ്മുടെ പ്രവൃത്തിയിലൊക്കെ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യമാണ് കമ്മിറ്റ്മെന്റ്. ഈ ബിസിനസ്സിൽ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ വിജയിക്കാനായിട്ട് സാധിക്കും. ഒരു 10% ഈ ബിസിനസ്സിൽ കമ്മിറ്റഡ് ആണെങ്കിൽ നമുക്ക് പോസിബിലിറ്റി പറയുകയാണെങ്കിൽ ഒരു 10% വിജയിക്കാനുള്ള സാധ്യത ഉണ്ട്. 50% കമ്മിറ്റഡ് ആണെങ്കിൽ 50% വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. 100% കമ്മിറ്റഡ് ആണെങ്കിൽ 100% വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് 100% വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് ഇതിൽ കമ്മിറ്റഡ് ആയിരിക്കണം? 100%. ചില ആളുകൾ എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം അവസാനം ചെയ്യുന്ന ഏർപ്പാടായിട്ട് ഇതിനെ കാണാറുണ്ട്. അത് അവരുടെ കമ്മിറ്റ്മെന്റില്ലായ്മയാണ്, ഒട്ടും കമ്മിറ്റ്മെന്റില്ലായ്മ. അങ്ങനെയുള്ള ആളുകൾ ഇതിൽ വിജയിക്കുന്നു വിചാരിക്കുന്നുണ്ടാ? സാധ്യത അല്ല കേട്ടാ, വളരെ കുറവാ. അപ്പൊ നമ്മൾ എന്താക്കണം? നമ്മൾ ഇതിലേക്ക് കുറേയും കൂടി കമ്മിറ്റ്മെന്റ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കുറേയും കൂടി ഇതിൽ വിജയിക്കാനുള്ള സാധ്യതയും ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ വിജയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നോ അതേപോലെ ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ എന്നോടൊപ്പം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മാസ് സക്സസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, സാധ്യത ഉണ്ട്. ഇതാണ് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇപ്പോ കറക്റ്റ് സമയം 7 മണിയിലേക്ക് ചാടി. ഞാൻ സമയം കൂടി നോക്കുന്നുണ്ട്. അപ്പൊ 7 മണി വരെയാണ് ഇവിടെ സമയം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്രയും നേരം എന്റെ വാക്കുകളൊക്കെ കേട്ട് സഹിച്ചിരുന്ന നിങ്ങളുണ്ടല്ലോ. കാരണം ഇതൊക്കെ കേട്ടിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ സഹനശേഷിയും കഴിവും ഒന്നും പോരാ. അപ്പോൾ ഇരുന്ന നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടിയിൽ നിന്നും ഞാൻ വിടവാങ്ങുകയാണ്. നിങ്ങൾ